ഫുഡ് അത് കഞ്ഞിയുടെ വില എത്രയാണ്? 175. 175 രൂപ. കേരളത്തില് കഞ്ഞിക്ക് ഏറ്റവും വില കൂടുതലുള്ള സ്ഥലം, കഞ്ഞിക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും വില കൂടുതലുള്ളതായിട്ടുള്ള അഗസ്ത്യാർകൂടത്തെ കഞ്ഞി. 175 രൂപയാണ് കഞ്ഞിയുടെ വില. അപ്പൊ ഈ ഒരു ഫീൽ കിട്ടിയ വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടായി? ഒരു സ്ഥലമില്ല. ഒരു സ്ഥലമില്ല. ഈ സ്ഥലം ഇവിടെ വന്ന് നമ്മളത് നമ്മുടെ ശരീരത്തിൽ അത് കിട്ടണം, എങ്കിലേ അതിന്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവും. ഇതെന്തോന്നാണെന്ന് ചോദിക്കരുത്. അത് ഇവിടെ നിൽക്കുന്ന ആളി പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ചെന്നെത്തുന്ന സ്ഥലം അങ്ങ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ നിന്നാൽ തന്നെ ഭാഗ്യം. അപ്പം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ വരണം. നമ്മൾ ആരാ പറയുന്ന കണക്ക് ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്നൊക്കെ നമ്മുടെ ഒറ്റനോട്ടത്തിൽ നമുക്ക് ഈ വഴികളൊന്നും തോന്നുകയില്ലെങ്കിൽ ശരിക്കും ഈ കയറിപ്പോകുന്നതാണ് നമ്മൾ അഗസ്ത്യാർകൂടത്തിലെ ട്രക്കിങ്ങിലേക്കുള്ള വഴികൾ. ഇത് വഴികളായിട്ട് അങ്ങനെയില്ല. ഈ കാണുന്ന ഈ പാറകളിലൊക്കെ ചവിട്ടി പ്രകൃതിയായുള്ള വഴികളാണ്. ഒന്നും മനസ്സിലാവുക കണ്ടില്ല. ഇത്രയും ഒരു പക്ഷേ ഈ ആനകളൊക്കെ ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ് കേട്ടോ. കണ്ടില്ല, ഈ ഒരു ഇടുങ്ങിയ ഒരു കുഞ്ഞ് സ്പേസാണ് നമുക്കുള്ളത്. മനുഷ്യനെ തന്നെ വളരെ ഡിഫിക്കൽട്ടായിട്ട് മാത്രം കയറി പോകാൻ പറ്റുന്ന ഈ കുഞ്ഞു വഴികളിലൂടെയാണ് ആനകൾ കയറി വരുന്നതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അല്ലേടാ, ഇത് എത്രാമത്തെ തവണ വരുന്നത് ഇവിടെ? സെക്കൻഡ് ടൈം. മുമ്പ് വന്നതിന് എന്തിനാണ് വ്യത്യാസം ഈ സമയത്ത്? വ്യത്യാസം മുമ്പ് ഓഗസ്റ്റ് സമയത്താണ്. ഇത്ര കോടയില്ല. കോടയുണ്ട് വ്യത്യാസം. പിന്നെ അന്ന് മഴ കുറവായിരുന്നു. കുഴപ്പമില്ല, ക്ലൈമറ്റ് കുറച്ച് തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. പിന്നെ ക്ഷീണം, കാലുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫുള്ള് മെഡിസിനൽ കാറ്റില്ല, അതുകൊണ്ട് തളർച്ച. മെഡിസിനൽ കാറ്റ് അത് വിശ്വസിക്കുന്നുണ്ടോ? പിന്നെന്താ, അതെ, ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. ഇപ്പൊ 20 കിലോമീറ്റർ നടന്നില്ലേ, ഒരു കുഴപ്പമില്ല. ഓക്കെ, പെർഫെക്റ്റ്. ബ്രീത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ടല്ലേ? നമുക്ക് ഈ റെസ്പിറേറ്ററി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ഈ വീഡിയോ കാണുന്ന ആൾക്കാരും വിചാരിക്കും നമ്മളെന്താണ് പറഞ്ഞത്, വീഡിയോ ഈ സ്ഥലം ഇങ്ങനെ വീഡിയോ കണ്ടാൽ പോലും. അതല്ല, ഈ സ്ഥലം ഇവിടെ വന്ന് നമ്മളത് നമ്മുടെ ശരീരത്തിൽ അത് കിട്ടണം, എങ്കിലേ അതിന്റെ ഒരു ഫീൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് ശരിക്കും ഇത്രയും തണുപ്പത്തൊക്കെ നമ്മൾ അല്ലാത്ത വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൂക്കടപ്പ് അല്ലെ റെസ്പിറേറ്ററി പ്രശ്നങ്ങൾ ഒരുപാടുണ്ടാവും. പക്ഷെ ഇവിടെ കംപ്ലീറ്റ് ഫ്രഷ് ആണ്. നമ്മള് ഫ്രഷ് എയർ അല്ലേ? ഇത്രയും ഫ്രഷ് എയർ നമ്മള് എയർ മാത്രമല്ല ആളും പ്രകൃതി മൊത്തത്തില് ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അനുകൂല ക്ലൈമറ്റ് വരും. അപ്പൊ ഈ ഒരു ഫീൽ കിട്ടിയ വേറെ ഏതെങ്കിലും സ്ഥലം ഉണ്ടായി? ഒരു സ്ഥലമില്ല ഇത്രയ്ക്കും ഫ്രഷ്നെസ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി വരുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ അതിനെ കുറിച്ച്? ഉറപ്പായിട്ട് വരണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങള് നമ്മുടെ നാടാണത്. നമ്മുടെ നാട്ടില് തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് പലരും വീഡിയോ കൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നെ ഉറപ്പായിട്ട് ഞാൻ പറയും, ശാരീരികമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരാൻ നിൽക്കണ്ട. അത് ഞാൻ പറയും. കാരണം റിസ്ക്കിയാണ്. കാരണം നമ്മളും എനിക്കിപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു പ്രായം കഴിഞ്ഞ് നമുക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് വരാൻ പറ്റുന്ന മാക്സിമം വരിക എന്നുള്ളതേ ഉള്ളൂ. കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് വരാൻ നിൽക്കരുത്. അതെ. അപ്പൊ ഈ നിൽക്കുന്ന ആള് നിങ്ങളുടെ കൂടെ വന്നല്ലേ? എവിടുന്ന് വരുന്നതാണ്? എവിടുന്ന്? ഞാൻ എറണാകുളം. ശരിക്കും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ആൾക്കാർ കുറവാണല്ലേ? അത് നിങ്ങൾ എങ്ങനെ എറണാകുളത്ത് നിന്ന് എത്താനുള്ള കാരണം എന്താണ്? ഞാനിപ്പോ എറണാകുളത്ത് നിന്ന് ഇവിടെ വന്നാണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ ഇവനെന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇറങ്ങിയതാണ്. നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലമാണിത്. പക്ഷേ സ്ലോട്ട് പരിമിതമായതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് കിട്ടണത്. സ്ലോട്ട് കിട്ടിയിട്ടില്ല അല്ലേ? അതൊരു വലിയ പ്രശ്നമാണ്. ഈ സ്ലോട്ട് കിട്ടാത്തൊരു വലിയ പ്രശ്നമാണ്. സ്ലോട്ട് മാത്രമല്ല, ഇവിടെ ഇത്രയും പൈസ കൊടുക്കാൻ പലരും മടിക്കും. 2800 രൂപ. അതിനുള്ള ഒരു സൗകര്യം ഇവിടെ ഇല്ല. അതാണ് പ്രധാനമായിട്ടും ചോദിക്കാനുള്ള ഒരു കാര്യം. അതിനുള്ള ഫെസിലിറ്റീസ് ഗവൺമെന്റ് തരുന്നില്ല. ഒരു സൗകര്യം ഇല്ല. ഈ 2700 രൂപ അവർ എന്തിനാണ് വാങ്ങുന്നതെന്ന് അറിയില്ല. നമുക്ക് കിടക്ക പോലും ഇന്നലെ രാത്രി കിടക്ക പോലും അതെ, അതുമല്ല അത് വെള്ളം നനഞ്ഞ് അല്ലേ രാത്രി മൊത്തം കണ്ണിലെ വെള്ളം വീഴും. ഫുഡ് അത് കഞ്ഞിയുടെ വില എത്രയാണ്? 175 രൂപ. കേരളത്തില് കഞ്ഞിക്ക് ഏറ്റവും വില കൂടുതലുള്ള സ്ഥലം, കഞ്ഞിക്ക് ഏറ്റവും ഡിമാൻഡ് ഉള്ളതും വില കൂടുതലുള്ളതായിട്ടുള്ള അഗസ്ത്യാർകൂടത്തെ 175 രൂപയാണ് കഞ്ഞിയുടെ വില. പുട്ടും
പപ്പടവും നമ്മളെ പുട്ടും കടലയും എത്രയാണ്? 150 രൂപയാണ്. 150 രൂപയുടെ പുട്ടും കടലയും ക്വാണ്ടിറ്റി കഴിക്കണം. ഉണ്ടായിരുന്നെങ്കിലും വേണ്ട ഇത്രയും നടക്കണേലും ഒരു ദിവസം അതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു കുറ്റി പുട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ രണ്ട് പോർഷനേ ഉള്ളൂ. ഇത്രയും ഒരു 10-20 കിലോമീറ്റർ ഒരു ദിവസം നടന്നിട്ട് ഒരു വീട്ടിൽ ഫുഡ് ആർക്കുണ്ടാവും. അതെ, അപ്പൊ ആ ഒരു പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. ഇതിൽ ആരുടെയാണ് പൈസ കളഞ്ഞത്? പുള്ളിക്കാരന്റെ പൈസ കളഞ്ഞു. പക്ഷെ ഇവിടെ നമ്മളെ ഇത് ഈ അഗസ്ത്യർകൂടത്തിന്റെ പ്രത്യേകത ആയിരിക്കും, ഇവിടെ വരുന്ന ആളുകളുടെ മനസ്സിന്റെ നൈർമല്യമായിരിക്കും അല്ലേ? അങ്ങനെയുള്ള ആൾക്കാരല്ലേ ഇങ്ങനെ കാര്യത്തിന് വരുള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര ആണ് കളഞ്ഞു? എത്രയാണ്? 1500 രൂപ. 1500 രൂപ കളഞ്ഞു. എത്ര രൂപ തിരിച്ചു കിട്ടി? 1200 രൂപ കളഞ്ഞു. 1200 രൂപ തിരിച്ചു കിട്ടി. എന്ന് വെച്ചാൽ ഒരാള് ഇവിടെ പറന്ന് പോയി കാണും ബാക്കി പൈസ. പക്ഷെ അവിടെ ഒരാളുടെ കയ്യിൽ കിട്ടിയോ? നമ്മുടെ കൂടെ വന്നു. നമുക്ക് അറിഞ്ഞുകൂടാത്ത ഏതോ ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ കൊണ്ടുവന്ന് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസിൽ ഏൽപ്പിച്ചായിരുന്നു. അങ്ങനെ പുള്ളിക്കാരനെ തിരിച്ചു കിട്ടിയല്ലേ? ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഭക്ഷണത്തിന് 175 രൂപയുടെ കഞ്ഞി എങ്ങനെ കുടിക്കുമായിരുന്നു? പാറയുടെ ഏകദേശം ഒരു പോർഷനിലെത്തുമ്പോൾ ഒരു മനോഹാരിതയുണ്ട്. അങ്ങനെ പുതിയൊരു മനോഹാരിത ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കണ്ടില്ലേ, ഇതൊരു നോക്കത്താ ദൂരത്ത് കണ്ണും നട്ടെന്ന് പറയും പോലുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ. ഒരു രക്ഷയില്ല. ഇതോ കോടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ അരിച്ചു വരികയാണ്. നമ്മുടെ ഷീയും ഹീയൊക്കെ റെസ്റ്റിങ്ങിലാണ്. കോടാതാ കണ്ടില്ല, അതിൻ്റെ മുകൾ ഭാഗമൊന്നും കാണാനേ പറ്റുന്നില്ല. അപ്പോൾ അത്രയ്ക്കും പൊളിയാണ്. ഞാനിതിൻ്റെ ഷോട്ട് കാണിച്ചു തരാൻ. കണ്ടില്ലേ, അതായത് ഈ കാണുന്നത് ഇത് ഇങ്ങനെ പോയി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ഈ ഭംഗിയുടെ ഒപ്പം ഇതിൻ്റെ ഒരു വലിയൊരു റിസ്കി ഫാക്ടർ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഇതിൻ്റെ ഈ ആഴം കണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന ആളീ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ ചെന്നെത്തുന്ന സ്ഥലം അങ്ങ് എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. അവിടെയൊക്കെ നിന്നാൽ തന്നെ ഭാഗ്യം. അപ്പം ഞാൻ എൻ്റെ ഹുഡിയൊക്കെ മാറ്റി കേട്ടോ. ഹുഡിയൊക്കെ മാറ്റി കണ്ടില്ലേ, പരമശിവൻ്റെ പടമുള്ള ഞാൻ നമ്മുടെ ബനിയെടുത്തിട്ടേക്കാണ്. എന്തിനാണെന്നറിയാമോ? നമ്മൾ തണുപ്പുള്ള സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ തണുപ്പ് എക്സ്പ്ലോർ ചെയ്യണം അല്ലേ? നമ്മളതിൻ്റെ പൂർണ്ണമായിട്ട് ആ എൻജോയ്, ആ കോടയും തണുപ്പും ഒക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യണം. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ വരണം. നമ്മൾ ആരാ പറയുന്ന കണക്ക് ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്നൊക്കെ നമ്മുടെ ട്രാവലോഗ് ബൈ ചിത്രം പറഞ്ഞിട്ടുള്ള ഒരു വാക്കുകൾ ഞാനിവിടെ കടമെടുത്ത് പറയുകയാണ്. എൻ്റെ പൊന്നെ, ഞാനിപ്പോൾ ഒന്ന് ചറുക്കി വിടുന്നതിന് സുഹൃത്തുക്കളെ. പക്ഷേ ശ്രദ്ധിക്കുക, ഈ പാറകൾ വളരെ വഴുക്കുള്ളതാണ്. നമ്മൾ വളരെ സാഹസികമായ യാത്രയാണ്. പക്ഷേ നമ്മുടെ ഈ പ്രായത്തിൽ എന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് മാത്രം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ള മുഴുവൻ കാഴ്ചകൾ. അപ്പോൾ ഈ പ്രായത്തിൽ നിങ്ങൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിരിക്കും. ചൈത്രന്റെ ചിത്രനല്ലേ, ചിത്രന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയിലെ സ്വർഗം ഇതാണ് സുഹൃത്തുക്കളെ, സ്വർഗം. എപ്പോഴും പറയുന്നത് പോലെ മനുഷ്യന്റെ കാൽപ്പാടുകൾ എത്രത്തോളം വളരെ കുറച്ച് മാത്രം പതിയുന്ന സ്ഥലങ്ങൾ സുന്ദരമാണെന്ന് ചിത്രം പറയുന്നത് പോലെ ഞാനും പറയാണ്. ശരിക്കും എൻ്റെ കാറ്റ് സെൽഫി സ്റ്റിക്കൊക്കെ അടിച്ച് തെറിപ്പിക്കുമെന്നാണ് തോന്നുന്നത്. അത്രത്തോളം കാഴ്ചകളും കാറ്റുമാണ്. പറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പറന്നു പോവാ കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്, കാണാൻ നല്ല രസമുണ്ട്. ന്യൂ എക്സ്പീരിയൻസ്. അത് ഞാൻ ഈ പയ്യന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതാണ് അവർക്ക് റെസ്പിറേറ്ററി പ്രശ്നങ്ങളൊന്നുമില്ല, ഈ ഔഷധ കാറ്റെന്നാണ് പറഞ്ഞത്. അത് വിശ്വസിക്കുന്നുണ്ടോ? കാരണം യുനെസ്കോയുടെ പൈതൃക മലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒന്നാണ് അഗസ്ത്യർകൂടം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന അരുവികളിൽ നിന്ന് വരുന്ന വെള്ളം പോലും ഔഷധ പ്ലാന്റ്സിന്റെ വേരുകളിൽ തട്ടി വരുന്നതാണ്. അപ്പൊ അത്രയും മാത്രം പ്യൂറാണ്. ഏത് ഈ അരുവിയിലെ വെള്ളം ഈ കാണുന്നത് അല്ലേ? ഈ വെള്ളമാണ് ശരിക്കും നമ്മൾ കുടിക്കുന്നത്. കുടിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വയറിളക്കം, ഇതുവരെ കുഴപ്പമൊന്നും ഒരു വിഷയമില്ല. ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ്? ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഇത്രയും കയറിയത്. പക്ഷെ മുകളിലെത്തുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ സാറ്റിസ്ഫാക്ഷന്റെ ബേസിസിൽ അടുത്ത വർഷം
സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നതാണ് ഒരു എക്സാമ്പിൾ ഓഫ് നമ്മുടെ ഈ ഷോർട്ട് ട്രീ എന്ന് പറയുന്നത്. വളരെ ഷോർട്ടാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വരുന്ന ആളുകളുടെ ഏകദേശം ഒരു ഹൈറ്റ് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിലൊക്കെ ഒന്ന് തൊടാൻ പറ്റും. പക്ഷേ ഈ ട്രീ എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇതിൻ്റെ ഈ തടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഏജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, കണ്ടില്ലേ, അത് ഇതിൻ്റെ ഒരു പൊത്തുണ്ട്. ഈ പൊത്തിനകത്ത് നിന്ന് വേറൊരു ട്രീ കണ്ടില്ലേ, ഒരു ചെടി ഒടിച്ചു വരികയാണത്. അപ്പോൾ ഇത് ആണ് ഇവിടുത്തെ വേറൊരു വലിയ പ്രത്യേകത. ഈ ഒരു സ്ഥലത്തല്ലാതെ നമുക്ക് ഈ അഗസ്ത്യർകൂടത്തിലല്ലാതെ ഇതുപോലുള്ള ഈ ഷോർട്ട് ട്രീകൾ നമുക്കങ്ങനെ വേറെ ഒരു സ്ഥലത്ത് നമുക്ക് ഒരു സ്പേസിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതുപോലുള്ള ഷോർട്ടായിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ട്രീകൾ ഇവിടെ നിറച്ചുണ്ട്. ഈ വഴിയരിയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിൽക്കുന്നുണ്ട്. ഇത് നമ്മുടെ ശരിക്കും ഒരു ആട്ടുകല്ല് പോലെയാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് പറയുന്നത്, ഞാൻ പണ്ട് പറഞ്ഞു കേട്ടത്, അഗസ്ത്യമുനി മരുന്നുണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്പേസ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ആട്ടുകല്ല് പോലുള്ള ഒരു സംഭവം. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ മരുന്ന് അല്ലെങ്കിലും അതുപോലൊരു സംഭവത്തിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അല്ലാതെ ഈ ഒരു സ്പേസിൽ കണ്ടില്ലേ, ഈ ഒരു പാറക്കെട്ടിൽ അങ്ങനെ ഇവിടെ വേറെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഉള്ളത്. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. ഞാൻ ആദ്യ സമയത്ത് വന്നപ്പോഴും നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട സമയത്ത് ഇങ്ങനെ അന്ന് കൂടെ വന്ന ആളുകളുടെ അടുത്ത് ഇത് സംശയം ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞു തന്നത് ഇത് അഗസ്ത്യമുനി പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ പറഞ്ഞ ആട്ടുകല്ലാണ് ഈ സംഭവം. ആട്ടുകല്ല് അല്ലെങ്കിൽ ഈ മരുന്നുകളൊക്കെ ഇടിച്ചുപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വന്ന ആളുകൾ മുന്നോട്ട് പൊക്കൊണ്ടേ ഇരിക്കുകയാണ്.
നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ കാട്ട് വെറൈറ്റിയാണ് ഈ കാണുന്ന ചെടി. ഇതെന്തോന്നാണെന്ന് ചോദിക്കും, അതെനിക്കറിയില്ല. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കളെ, നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പേസ് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഫോറസ്റ്റ് കൂടെയാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്ന് വെച്ചാൽ കഷ്ടിച്ച് നമുക്ക് 1-2 പേർക്ക് കടന്നു പോകാനുള്ള ഒരു സ്പേസ് മാത്രമായിരിക്കും ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിൽ കൂടെ 2 വശത്തും മരങ്ങളാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മളീ പോകുന്നതിൻ്റെ കണ്ടില്ലേ, 2 വശത്തും എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റാകെ മരങ്ങളാണ്, നിബിഡമായിട്ടുള്ള ഫോറസ്റ്റാണ്. അപ്പോൾ അത് വളരെ എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ വെച്ചിട്ട് നമുക്ക് ഏറ്റവും കൂളസ്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കൂളിംഗ് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സ്പേസാണിത്. 4 ചുറ്റിലും ഉള്ളത് പറയപ്പെടുന്നത് ഇതെല്ലാം ഔഷധ മരങ്ങളെന്നാണ്, മെഡിസിനൽ പ്ലാന്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ 4 ചുറ്റിലും നിൽക്കുന്നത് മിക്കവാറുമുള്ള മരങ്ങളിലൊക്കെ പായൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ ഞാനത് കാണിച്ചു തരാം. ഇവിടെ നിൽക്കുന്ന എല്ലാ മരങ്ങളിലും പായലിൻ്റെ അംശമുണ്ട്. പായലുകൾ ഇങ്ങനെ പിടിച്ചിരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ പായലുകൾക്ക് ജീവിച്ചിരിക്കണമെങ്കിൽ, ജീവനോടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും ഒരു കൂളിംഗ് ഉള്ളൊരു സ്പേസ് ആയിരിക്കണം, ഐസ് സ്പേസ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സ്പേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്, പക്ഷേ നമുക്ക് ഏറ്റവും ഫീൽ ഗുഡായിട്ടുള്ള ഒരു സ്പേസിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാച്ചർ ഫ്രണ്ട്ലിയാണ്. പിന്നെ ഇതിനകത്തൊക്കെ കുറേ പാറക്കൂട്ടങ്ങളുണ്ട് കേട്ടോ. അത് ഈ ഇതിനകത്തൊക്കെ കുറേ നല്ല മനോഹരങ്ങളായിട്ടുള്ള പാറകൾ, ആ പാറകളും എല്ലാം നിറച്ച് പായലുകൾ പിടിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊട്ടും ക്ഷീണിക്കുന്നില്ല കേട്ടോ. ശരിക്കും ഇതൊരു ചെങ്കുത്തായ കയറ്റമാണ്. നിങ്ങൾക്ക് കയറ്റം ചിലപ്പോൾ കാഴ്ചയിൽ ഫീൽ ചെയ്യുന്നില്ല എങ്കിലും ഇത് വളരെ ഡീപ്പായിട്ടുള്ള കയറ്റമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കയറ്റം കയറുമ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. എനിക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും റെസ്പിറേറ്ററി പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കിതപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഈ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഈ കൂളിംഗ് ആയിട്ടുള്ള കൂളസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് അത്രയും കിതപ്പ് അനുഭവപ്പെടാത്തത്. ഒരു ചെങ്കുത്തായിട്ടുള്ള വളരെ കയറ്റമാണ്, സ്റ്റീപ്പായിട്ടുള്ളൊരു
കയറ്റം നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മെഡിസിനൽ വാല്യൂ ഉള്ള ഇവിടുത്തെ കാറ്റായിരിക്കാം, അല്ലെങ്കിൽ ഈ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അതിൽ നിന്ന് വരുന്ന ഒരു ഓക്സിജൻ, അത്ര പ്യുവറായിട്ടുള്ള ഓക്സിജൻ നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ടായിരിക്കും നമുക്ക് ഇത്രയ്ക്കും ഒരു എന്തോന്ന് പറയാം, തളർച്ചയോ കിതപ്പോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാനിവിടെ നോട്ട് ചെയ്ത ഒരു വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒരുപാട് വെള്ളം വേണ്ട ഒരാളാണ്, ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളാണ്. പക്ഷേ ഈ ഒരു കയറ്റം എന്ന് വെച്ചാൽ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ശരിക്കും ഞാൻ വെള്ളം കുടിച്ചിട്ട്, വെള്ളം എന്ന് വെച്ചാൽ വളരെ കുറച്ച് മാത്രമാണ് വെള്ളം കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഈ ഒരു സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എനിക്ക് മോശം ക്ലൈമറ്റ് ആയിരുന്നു, മഴയും പ്രശ്നങ്ങളും, പിന്നെ പരസ്പരം കണ്ടുകൂടാൻ കഴിയാത്തത്ര, കാണാൻ പറ്റാത്തത്ര രീതിയിലുള്ള കോടയായിരുന്നു, മൂടൽ മഞ്ഞായിരുന്നു ഇന്നലെ. പക്ഷെ ഇന്ന് നമ്മുടെ ഭാഗ്യം കൊണ്ടായിരിക്കും നമുക്ക് ഇത് ഇത്രയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത്. ഇത്രയും സംസാരിച്ചിട്ടും ഇത്രയും കയറി വന്നിട്ടും എനർജി അതുപോലെ തന്നെ ഉണ്ട്.